പ്രിയമുള്ള കൂട്ടുകാരെ, എവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ സുരേഷ് മുരുകാലയം. കൂട്ടുകാരെ, നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളോടൊപ്പം കൂട്ടുകൂടാത്ത കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി എഴുതി അറിയിക്കുക. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ ഇതേ രീതിയിലാണ്, ഇതേ വലിപ്പത്തിലാണ് മാങ്ങ അരിഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മൾ മാങ്ങയിലെ വെള്ളം മുഴുവൻ, അതായത് മാങ്ങ കഴുകി വെള്ളം മുഴുവൻ ഉണങ്ങിയ തുണിയിൽ തുടച്ചതിന് ശേഷമാണ് നമ്മളിത് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒപ്പം ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഈ 3 ചേരുവയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കൂട്ടുകാരെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ചില കൂട്ടുകാർ അവസാനവും പകുതിയൊക്കെ കണ്ടിട്ട് കമൻ്റ് ഇടാറുണ്ട്, ഒന്നും ശരിയായില്ല എന്ന്. അല്പം ടൈം എടുത്താലും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ ഉണ്ടാക്കി നോക്കുക. നമ്മൾ അതെല്ലാം നല്ലതുപോലെ ഇളക്കി ഒരു മണിക്കൂർ 2 മണിക്കൂറത്തേക്കൊന്ന് മാറ്റി വെക്കാം. നമുക്ക് നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത്, നമ്മൾ ഒരു കട്ടിയുള്ള ചട്ടി എടുത്തിട്ടുണ്ട്, ചീനിച്ചട്ടി. ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ടീസ്പൂണല്ല, ടേബിൾ സ്പൂണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനൊപ്പം തന്നെ നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ഉലുവ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇത് രണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചൂടാക്കി എടുക്കുകയാണ് നമ്മൾ. ആ കടുകും ഉലുവയൊക്കെ പൊട്ടി നല്ല ഒരു മൂത്ത് വരുന്ന മണം നമുക്ക് മനസ്സിലാകും. ഇവിടെ മഴ ആയതുകൊണ്ട് തീയുടെ അല്പം വിഷയമുണ്ട് കൂട്ടുകാരെ. തീ എത്തിക്കാനൊക്കെ അല്പം പ്രയാസമുണ്ട്. ഇതേ പരുവാകുമ്പോൾ അടുപ്പിൽ നിന്ന് ഇത് വാങ്ങി നമുക്കത് പൊടിച്ചെടുക്കാനായിട്ട് മാറ്റി വെക്കാം. നമുക്കത് പൊടിച്ചെടുക്കേണ്ടതാണ്, അതിനാൽ നമുക്ക് മാറ്റി വെക്കാം. ആ അടുപ്പിലേക്ക് തന്നെ നമ്മൾ മറ്റൊരു ചട്ടി വെച്ച് കൊടുക്കുകയാണ്. ഇത് വലിയൊരു ചട്ടിയാണ്. ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. സാധാരണ എൻ്റെ വീട്ടിൽ ഞങ്ങൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി ആവശ്യമുള്ളത് നല്ലെണ്ണയും കടുകെണ്ണയുമാണ്. ഇതേപോലെയുള്ള നല്ലെണ്ണയും കടുകെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. കുറച്ച് നാൾ നിൽക്കാൻ വേണ്ടി നല്ലെണ്ണയും കടുകെണ്ണയും ഉപയോഗിക്കുക. അതിലേക്ക് നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം നമ്മളൊരു 50 ഗ്രാം വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു 30 ഗ്രാം ഇഞ്ചി അരിഞ്ഞതും ഒപ്പം ഇട്ട് കൊടുക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 5 പച്ചമുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ചില ആൾക്കാർ ഇത് നല്ലതുപോലെ മൂത്ത് കിട്ടുന്നിടം വരെ എണ്ണയിലിട്ട് വഴറ്റാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. സത്യത്തിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് വെന്ത് കിട്ടുന്നിടം വരെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതിലെ സത്തൊന്നും നമ്മുടെ മറ്റുള്ള മാങ്ങയിലേക്ക് ഇറങ്ങില്ല. അതിനുശേഷം നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. ഒരു 5 തണ്ട് കറിവേപ്പില നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കറിവേപ്പില അധികമായാലും അതിൻ്റെ മണം നമ്മുടെ അച്ചാറിന് ഗുണം ചെയ്യും. ഒരു പ്രത്യേക മണമായതുകൊണ്ട് അതിൻ്റെ സ്വാദോടെ നമുക്ക് ലഭിക്കുന്നതാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക.
കറിവേപ്പിലയൊന്നും കരിഞ്ഞു പോകേണ്ടതായിട്ട് ഇല്ല. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കാൽ വേവായി എങ്കിൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാം. അടുത്തതായി നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മാങ്ങയിലെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ടിരിക്കുന്നതുകൊണ്ട് നമ്മളിവിടെ 1/4 ടീസ്പൂണാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. എരി വേണ്ടവർക്ക് അല്ലാതെയുള്ള മുളക് പൊടി ഉപയോഗിക്കാം. നമ്മൾ കാശ്മീരി മുളക് പൊടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എരി വേണ്ടവർക്ക് 3 സ്പൂൺ കാശ്മീരി, 1.5 സ്പൂണ് എരിയുള്ള മുളക് പൊടി ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ആ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് കായപ്പൊടിയാണ്. നമ്മൾ 1.5 ടേബിൾ സ്പൂണ് കായപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അച്ചാറിന് ഏറ്റവും മുന്നിൽ നിൽക്കേണ്ട ഒരു വിഭവമാണ് കായപ്പൊടി. പൊടിയായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പൊടിയില്ലാത്തവർ നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് ചൂടാക്കുമ്പോൾ അതിലിട്ട് വറുത്ത് പൊടിച്ചെടുക്കുന്നത് നന്നായിരിക്കും. കായപ്പൊടി ഇട്ട ശേഷം നന്നായി ഇളക്കി നമ്മൾ അടുത്തായിട്ട് ഉപയോഗിക്കുന്നത് ഉപ്പാണ്. നമ്മൾ മാങ്ങയ്ക്ക് ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിനകത്ത് ഇട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ചേർക്കുക. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം വീണ്ടും ചേർക്കേണ്ടതാണ്. ഉപ്പൊക്കെ കറക്റ്റാണ്. നമുക്ക് അതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് പൊടിച്ചു വച്ചിരിക്കുന്ന ഉലുവയും കടുകും ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുവും ചേർത്തതിന് ശേഷവും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷവും ഉപ്പ് കൃത്യമാണോ എന്ന് ഒന്ന് നോക്കുക. ഉപ്പെല്ലാം കൃത്യമാണ്. ഇതിലേക്ക് നമ്മൾ 2 സ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വിനാഗിരി ഉപയോഗിക്കുന്നത് മാങ്ങയ്ക്ക് അധികം പുളിയില്ല. ഒപ്പം നമ്മൾ ഉപയോഗിച്ചത് വെളിച്ചെണ്ണ ആയതുകൊണ്ട് പെട്ടെന്ന് അത് കേടാകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിനാഗിരി ഉപയോഗിച്ചത്. വിനാഗിരി ഉപയോഗിച്ചില്ലെങ്കിലും നല്ലെണ്ണയോ കടുകെണ്ണയോ ഉപയോഗിക്കുന്നവർ വിനാഗിരി ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ മാങ്ങയ്ക്ക് അല്പം പുളി കുറവാണ്. നമ്മുടെ ഗ്രേവി അങ്ങനെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഉപ്പും എല്ലാം കൃത്യമാണോ എന്ന് ഒന്നുകൂടി നോക്കുക. അല്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. ശ്രദ്ധിക്കുക, നമ്മൾ മാങ്ങയിൽ ഉപ്പിട്ടിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഉപ്പും മഞ്ഞളും ചേർത്ത് വെച്ചിരിക്കുന്ന മാങ്ങ എടുത്ത് കുറേശ്ശെ ഇട്ട് ഇളക്കി യോജിപ്പിക്കുക. ആ മാങ്ങയിൽ നിന്ന് വെള്ളം വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. നമുക്ക് ഗ്രേവിക്കുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ കിട്ടും. ആ ഉപ്പും മഞ്ഞളും മാങ്ങയിൽ പിടിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നല്ല രീതിയിൽ തന്നെ ഗ്രേവിയും മാങ്ങയും കൂടെ ഇളക്കി യോജിപ്പിക്കുക. നല്ലതുപോലെ എല്ലാ മാങ്ങ കഷ്ണങ്ങളിലും ഗ്രേവി എത്തത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക.
മാങ്ങ ഇടുന്നതിന് മുമ്പ് തന്നെ തീ കുറയ്ക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ അച്ചാർ നമുക്ക് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒരു നല്ല കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം.